കറുപ്പ് വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സാധാരണ നമ്മൾ യുദ്ധതന്ത്രത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ ഈ തലക്കെട്ട് തിരിച്ചായിട്ടേക്കില്ല. തന്ത്ര യുദ്ധം. ലെവൽ പ്ലേയിങ്ങിലാണ് നമ്മൾ ഫെയർ ആയിട്ടുള്ള യുദ്ധങ്ങൾ ചെയ്യാറ്. ഒരേ സമനിരപ്പിലുള്ള ഗ്രൗണ്ടിലാണ് നമ്മൾ ഫുട്ബോളും വോളിബോളും ഒക്കെ കളിക്കുന്നത്. അതേസമയം അത് ടെറൈൻ ആണെങ്കിൽ അവിടെ നമ്മൾ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ കൈയും കാലം കാണത്തില്ല. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോഴത്തേക്ക് നമ്മൾ സമരീതിയിലല്ല, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രതലമല്ല. അവിടെ ഭീകരവാദികളുണ്ട്, ടെററിസ്റ്റുകളുണ്ട്, അവർക്ക് സീക്രട്ട് വെപ്പൺസ് ഉണ്ട്, അവരിലെ അണുവായുധങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ അണുവായുധങ്ങളുണ്ട്. നമ്മുടെ യുദ്ധത്തിനെ പറ്റി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോലുമില്ല. അവർ ഉപയോഗിക്കുകയാണെങ്കിൽ നോ ഫസ്റ്റ് യൂസ് പ്രിൻസിപ്പിളാണ് ഇന്ത്യക്കുള്ളത്. അവർ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അണുവായുധങ്ങൾ തയ്യാറാക്കുന്നത്. പക്ഷേ ഭീകരന്മാരുടെ കയ്യിലിരിക്കുന്ന അണുവായുധം അവരെങ്ങനെ പ്രയോഗിക്കും എന്നുള്ളതിന് പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് ചെയ്ത ഒരു തന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വിമാനം അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഏതൊക്കെ എയർബേസ് അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാകും എന്നുള്ളതായിരുന്നു നമുക്ക് അറിയേണ്ടിയിരുന്ന കാര്യം. നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാലും യുദ്ധത്തിന് വേണ്ടിയിട്ട് അവർ താൽക്കാലിക ബേസുകൾ ഉണ്ടാക്കി വിമാനങ്ങളും ഹാങ്ങറുകളും എല്ലാം താൽക്കാലിക ബേസുകളിലോട്ട് മാറ്റാറുണ്ട്. അപ്പോൾ ഇത് എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് നമ്മളൊരു ടെസ്റ്റ് ഡോസ് കൊടുത്തു. ചിലർ നമ്മൾ അലർജിക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് ഡോസ് കൊടുക്കില്ല, അതേപോലെ ഒരു ടെസ്റ്റ് ഡോസ് ഇന്ത്യ കൊടുക്കും. ഒരു വിമാനത്തിന്റെ മോഡലിലുള്ള ഒരു ഡ്രോൺ നമ്മൾ അവരുടെ ബേസിലോട്ട് അയച്ചു കൊടുത്തു. ആക്രമിക്കാനല്ല, വെറുതെ കടന്നു കയറാൻ വേണ്ടി. ഈ നമ്മുടെ വിമാനം എന്ന് കരുതപ്പെടുന്ന സാധനം പാകിസ്ഥാൻ ബോർഡറിൽ കയറിയ ഉടനെ അവരുടെ 11 എയർ ബേസുകൾ റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് സ്ക്രാംബ്ലിംഗ് എന്നാണ് ഉപയോഗിക്കുന്ന ടെക്നിക്കൽ വേർഡ്. അവരെല്ലാം അലർട്ട് ആകുമ്പോഴത്തേക്ക് അതിൻ്റെതായ സിഗ്നൽസ് നമുക്ക് കിട്ടി. ആ സിഗ്നൽസ് എവിടെ നിന്ന് നമുക്ക് അറിയാൻ പറ്റി. ആ അറിഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ 11 ബ്രഹ്മോസ് കൊടുക്കുകയും ചെയ്തു. അതെല്ലാം തരിപ്പണം വഹിച്ചു. റാവൽപിണ്ടിയിൽ, അതായത് നമ്മുടെ ഡൽഹി പോലെ അവരുടെ മിലിറ്ററിയുടെ ഹെഡ് എന്ന് പറയുന്ന സ്ഥലം റാവൽപിണ്ടിയാണ്. ആ റാവൽപിണ്ടി തന്നെ നമുക്ക് ഒരെണ്ണം അവിടെ കൊടുത്തു. പാകിസ്ഥാന്റെ പ്രതിരോധം പാടെ ഇല്ലാതാക്കിയ ഒരു അടിയായിരുന്നു. അവർക്ക് തന്നെ മനസ്സിലായില്ല എങ്ങനെ 11 സ്ഥലത്ത് ഒരേ സമയത്ത് ബ്രഹ്മോസ് പതിക്കുന്നു, എന്തുകൊണ്ട് പതിക്കുന്നു എന്ന് അവർക്ക് തന്നെ മനസ്സിലായില്ല. അപ്പൊ അതൊരു ട്രാപ്പായിരുന്നു. അവർക്ക് ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തു. അവരെവിടെ നിന്നൊക്കെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി. ആ സ്ഥലങ്ങളിൽ തന്നെ കൃത്യമായിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഹ്മോസ് ചിലവാക്കി. ഒരു ബ്രഹ്മോസ് പോലും നമ്മൾ വെറുതെ കളഞ്ഞില്ല. അപ്പൊ ഇത് യുദ്ധത്തിലെ ചില തന്ത്രപരമായിട്ടുള്ള ചില നീക്കങ്ങളിലൂടെയാണ് ആ യുദ്ധം നമ്മൾ ജയിക്കുന്നത്. പാകിസ്ഥാനുമായിട്ട് നമുക്ക് ശക്തി, നമ്മൾ പരസ്പരം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ പാകിസ്ഥാൻ നമ്മളെക്കാളും ശക്തി ഉണ്ടായിരുന്നിരിക്കാം, നമുക്കറിയത്തില്ല. കാര്യം അവർക്ക് എവിടെ നിന്നൊക്കെയാണ് വെപ്പൺസ് വന്നെന്ന് ഇവൻ ഇന്ത്യയുടെ ഇന്റലിജൻസിന് ഒരിക്കലും മനസ്സിലായിട്ടില്ല. തുർക്കിയാണ് അവർക്ക് ഇത്രയും വെപ്പൺസ് കൊടുക്കുന്നത്. അത് പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. തുർക്കിയിൽ നിന്ന് ഒരു C-130 ചരക്ക് വിമാനവും അവരുടെ എയർഫോഴ്സിന്റെ ചരക്ക് വിമാനം വന്നു, അവരുടെ യുദ്ധക്കപ്പൽ വന്നു. ഇതെല്ലാം പാകിസ്ഥാനിൽ വന്ന കാര്യമെല്ലാം ഇന്ത്യക്ക് അറിയാം. പക്ഷേ ഇവർ ഡ്രോൺ ആണ് കൊടുത്തതെന്നുള്ള കാര്യം, അതെങ്ങനെ ചെയ്യും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. അപ്പൊ അവരുടെ ശക്തിയെ എതിരാളിയുടെ ശക്തിയെ നമ്മൾ ഒരിക്കലും കുറച്ച് കണ്ടല്ല നമ്മൾ ആക്രമിച്ചത്. അവർ നമ്മളെക്കാളും ശക്തരാണെന്ന് ഉള്ള ധൈര്യത്തിൽ തന്നെയാണ്, ആ ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ ആക്രമിക്കാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്കാണ് നമ്മൾ തന്ത്രം വേണ്ടി വന്നത്. അങ്ങനെ എടുത്തൊരു തന്ത്രമായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരിടത്ത് എക്സസൈസ് നടക്കുന്നു, വേറൊരിടത്ത് അടി നടക്കുന്നു. ഒരിടത്ത് എക്സസൈസ് നടക്കുന്നു, വേറൊരിടത്ത് ആണവ ടെസ്റ്റിംഗ് നടക്കുന്നു. അതേപോലെ ഒരിടത്ത് ഡെമി വിമാനം പോകുന്നു, വേറൊരിടത്തു നിന്ന് ബ്രഹ്മോസ് വരുന്നു. ഇവിടെ നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട കാര്യം, കഴിഞ്ഞ മാർച്ച് മാസം 10-ാം തീയതി ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഞങ്ങളുടെ 3 ഉദ്യോഗസ്ഥന്മാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ്, ഒരു വിംഗ് കമാൻഡർ, ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ, ഒരു സ്ക്വാഡൻ ലീഡർ, ഇവർ 3 ചേർന്ന് ബ്രഹ്മോസ് ടെസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് അത് മിസ്ഫെയർ ആക്കി പാകിസ്ഥാനിലോട്ട് പോയി. അതുകൊണ്ട് ഇവരെയൊക്കെ ഞങ്ങൾ കോർട്ട് മാർഷൽ ചെയ്ത് ശിക്ഷിച്ചു. ആ ശിക്ഷയ്ക്കെതിരായിട്ട് അവർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴത്തേക്ക് ഇന്ത്യൻ എയർഫോഴ്സ് കൊടുത്ത മറുപടിയാണ്, ഈ ഉദ്യോഗസ്ഥന്മാരൊന്നും ശരിയല്ല, ഇവരെ 24
1,90,00,000 രൂപയുടെ നഷ്ടം അവർ ഇന്ത്യൻ എയർഫോഴ്സിന് ഉണ്ടാക്കി. അതുകൊണ്ട് അവർക്ക് മാക്സിമം പണിഷ്മെന്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കോടതി ഇടപെടരുത് എന്നാണ് അവര് ഇന്ത്യൻ എയർഫോഴ്സ് ഡൽഹിയിൽ വാദിച്ചത്. പോലീസ് സ്റ്റേഷനിലേക്ക് 303 റൈഫിൾ ചെക്ക് ചെയ്യുന്ന മാതിരി കാഞ്ചി വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ടെസ്റ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഒരു ബ്രഹ്മോസ് മിസൈൽ ഇവിടുന്ന് ചാടിപ്പോവുക, അത് പാകിസ്ഥാനിൽ പതിക്കുക. അതിനു വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുക്കുക. പാകിസ്ഥാനോട് നമ്മൾ മാപ്പ് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് യുദ്ധതന്ത്രത്തെ പറ്റി ആലോചിക്കുന്നവർ വെറുതെ ഒന്ന് ചിരിക്കും. ആ ചിരി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈവ് ഡെമോ ആണ് നമ്മൾ അവിടെ ചെയ്തിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ഒരു ലൈവ് ഡെമോ ചെയ്തതിന്റെ ഗുണം നമുക്കുണ്ടായി. കാര്യം നമ്മളെ നിന്ന് അവരുടെ അതിർത്തികൾ നമ്മളെ മിസൈലിന് പോകാൻ വേണ്ടിയിട്ടുള്ള പഴുതുകളുണ്ടോ, അവർ കണ്ടുപിടിക്കോ, തിരിച്ചടിക്കോ, അതിനുള്ള മെഷീനറികൾ അവർക്കുണ്ടോ, ആ അലർട്ട് അവർക്കുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കത്തക്ക രീതിയിൽ ഡേ ടൈമിലാണ് ഈ ഒരു മിസൈൽ പോയി പാകിസ്ഥാൻ മണ്ണിൽ പതിക്കുന്നത്. അപ്പൊ നമ്മുടെ റേഞ്ചിൽ ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ ആക്യുറേറ്റ് ആയിട്ട് ലൈവായിട്ട് ആ ഒരു മിസൈൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റി. ചിലപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സും ഗവൺമെന്റും പറയുന്നത് ശരിയായിരിക്കാം, 99% ശരിയായിരിക്കാം, ശരിയാണ്, അവർക്ക് പറ്റിപ്പോയതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ലൈവ് ടെസ്റ്റിങ്ങിന്റെ ഒരു എഫക്റ്റ് നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് കിട്ടി. അതിന്റെ ഗുണമാണ് ഈ ഇന്ത്യൻ എയർഫോഴ്സ് തൊടുത്തുവിട്ട ബ്രഹ്മോസ് മിസൈലുകളെല്ലാം വളരെ സക്സസ്ഫുള്ളായി അതിന്റെ ടാർഗറ്റുകൾ കണ്ടുവന്ന് നമുക്കറിയാൻ കഴിയും. ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിട്ട് കണക്കാക്കുന്ന വെപ്പൺ Su-30 ഇന്ത്യൻ ഫൈറ്റർ വിമാനവും റഷ്യയിൽ നിന്ന് വാങ്ങിച്ചതാണ്. Su-30 വിമാനവും നമ്മുടെ ബ്രഹ്മോസും ചേർന്ന കോമ്പിനേഷൻ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വെപ്പണറി ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഏറ്റവും ലെത്തൽ എന്ന് പറയാൻ മാരകമായ നഷ്ടം ഏൽപ്പിക്കുന്ന വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള Su-30 ആണോ അത് വിക്ഷേപിച്ചെന്ന് അറിയത്തില്ല. എന്തായാലും ബ്രഹ്മോസ് മിസൈലുകൾ ഗ്രൗണ്ടിൽ നിന്നും വിക്ഷേപിക്കാം, വിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കാം. എന്തായാലും ബ്രഹ്മോസ് മിസൈലുകൾ വിക്ഷേപിച്ചു എന്നുള്ളത് കൺഫേം ആയ ഒരു കാര്യമാണ്. ആ ബ്രഹ്മോസിന്റെ ഒരു പരീക്ഷണ വിക്ഷേപമായിരുന്നു 2 വർഷം മുമ്പ് നടന്നതെന്ന് വേണമെന്നുള്ളവർക്ക് ചിന്തിക്കാം. ഇന്ത്യയുടെ വെർഷൻ ശരിയായിരിക്കാം, ചിലപ്പോൾ അബദ്ധത്തിൽ പറ്റിയതായിരിക്കാനുള്ള സാധ്യതയുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് നമുക്ക് ഒരുപാട് കോൺഫിഡൻസ്, ആ ഫയർ ചെയ്ത രീതിയും അത് അവിടെ പതിച്ച രീതിയും ഇന്ത്യക്ക് ഒരുപാട് കോൺഫിഡൻസ് നൽകി എന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല. ഇതാണ് തന്ത്ര യുദ്ധം. നന്ദി, നമസ്കാരം.